ബിജെപിയും കോൺഗ്രസും നടത്തുന്ന ഡീലിന്റെ ഭാഗമായിട്ടാണ് കേരളം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ മുൻപ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പൊള്ളയായി തെളിഞ്ഞുവെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ പുതിയതായി അധികാരത്തിലേറിയിട്ടുള്ള VD സതീശൻ സർക്കാർ മന്ത്രിസഭ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളോടിപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നത് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ ചിറ്റയം ഗോപകുമാറാണ്. ഇങ്ങനെയാണ് സാറേ ഇപ്പോൾ ഈ PM ശ്രീയിൽ നമ്മുടെ നിലപാട്? PM ശ്രീ പദ്ധതി രാജ്യത്ത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി മാത്രമാണ്. അവർ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഗവൺമെന്റ് നടപ്പാക്കിയിട്ടത്. ആ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ നമ്മുടെ ശാസ്ത്രബോധത്തെയും ചരിത്രത്തെയും വളച്ചൊടിക്കാൻ കഴിയത്തക്ക നിലയിൽ സംഘപരിവാറിന്റെ അജണ്ട രാജ്യത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. ഹിന്ദുത്വവൽക്കരണം, വർഗീയവൽക്കരണം വിദ്യാഭ്യാസ രംഗത്തുകൂടി കൊണ്ടുവരാൻ ശ്രമമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ടാണ് ശക്തമായി CPI ഇതിനെ എതിർക്കുന്നത്. കാരണം ദേശീയ PM ശ്രീ പദ്ധതി നടപ്പാക്കുക വഴി ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ സ്വാഭാവികമായും അത് രാജ്യത്ത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ അവർ പറയുന്നത് 5 വർഷത്തെ പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ കേരളം നടപ്പാക്കേണ്ട ഇപ്പോൾ ഒരു കാര്യമില്ല. കാര്യം 2023 22-23 ആരംഭിച്ചാണ്. 26-27 തീരും. 5 വർഷത്തേക്ക് ഏതാണ്ട് 27,360 കോടി രൂപയാണ് ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ. രാജ്യത്താകെ 14,500 സ്കൂളുകളാണ് ഈ പദ്ധതിയിൽ വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ 10,000-ലധികം സ്കൂളുകൾ ഓൾറെഡി വന്നു. അതെല്ലാം കേന്ദ്രീയ വിദ്യാലയവും നവോദയ വിദ്യാലയവുമാണ്. അപ്പോൾ പല സംസ്ഥാനങ്ങളും നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടില്ല. മാത്രവുമല്ല, ഇതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് വരും. കാര്യം 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും വകയിരുത്തണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. കേരളത്തിൽ നമുക്കറിയാം, ആകെ കിട്ടുന്നത് കേരളത്തിലുള്ള 152 ബ്ലോക്കാണ് കേരളത്തിലുള്ളത്. ഒരു ബ്ലോക്കിൽ 2 സ്കൂളാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പം ഒരു ബ്ലോക്കിൽ തന്നെ 4-5 സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ കേടുപാടില്ലാത്ത സ്കൂള്, ടോയ്ലറ്റ് ഉള്ള സ്കൂള്, പിന്നെ റാമ്പുള്ള സ്കൂൾ, ഇത്തരം സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ട് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ബ്ലോക്കിൽ 4, 5, 6 സ്കൂളുകൾ അടക്കം അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഫലത്തിൽ ഇത് നടപ്പാക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് CPI ശക്തമായി നേതൃത്വം. ഒക്ടോബറിലാണ് ഇത് സംസ്ഥാന ഗവൺമെന്റ്, കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കണമെന്നുള്ള നിലയിൽ ഒപ്പിട്ടത്. CPI ശക്തമായി അതിനെ എതിർത്തു. അപ്പൊ നവംബറിൽ സംസ്ഥാന ഗവൺമെന്റ് ഇത് മരവിപ്പിക്കാനായിട്ട് കത്ത് കൊടുത്തു. ആ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ച സമയത്ത് UDFും മുസ്ലിം ലീഗും ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് ശക്തമായി വാദിച്ചവരാണ്. മാത്രമല്ല, തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പൂർണ്ണമായും എടുത്തു കളയും. മുസ്ലിം ലീഗിന്റെ നേതാവ്, ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു എന്താ വെച്ചാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ കളയുന്നതാണ് പ്രസംഗിച്ചത്. പക്ഷെ ഇപ്പൊ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ നടപ്പാക്കുമെന്നാണ്. അതിന് അവർ പറയുന്ന ന്യായം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് SSK ഫണ്ട് ഈടാക്കി. അത് വ്യക്തമായ കണക്കുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നയാ പൈസ ഗവൺമെന്റ് ഈടാക്കിയിട്ടില്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. SSK വഴി ഗവൺമെന്റ് ലഭിക്കാനുള്ള പണമാണ് ലഭിച്ചത്. ബാക്കി 106 കോടി രൂപ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പദ്ധതിയാണ് ഈ പുതിയ സർക്കാർ മുഖ്യമന്ത്രിയും തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിട്ടിട്ടുണ്ട്. അതെ, മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ടാണ് പണം വാങ്ങിയത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിനകത്ത് PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നവർ കത്ത് കൊടുത്തു. മാത്രമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മറുപടി തന്നിട്ടുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ടല്ല പണം നൽകിയിട്ടുള്ളത്, SSK ഫണ്ടിൽ നിന്നാണ് പണം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് UDF ശ്രമിക്കുന്നത്. മാത്രമല്ല, UDF BJP ഡീലാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അവർ തിടുക്കം കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട ഒരു കാര്യമില്ല. 26-27 ഇനി 1 വർഷം തികച്ചില്ല. 5 വർഷത്തെ പദ്ധതിയാണ്. ഏതാണ്ട് തീരാറായിട്ടുള്ള പദ്ധതിയിൽ ബോധപൂർവമായി തങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞ UDF ഇപ്പോ BJPയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുക വഴി ഈ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന്, കാവ്യവൽക്കരണം കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മേഖലയിൽ
ഒരു വർഗീയ അജണ്ട, ആ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് CPI ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ 10 മണ്ഡലത്തിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ 10 കേന്ദ്രത്തിൽ ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോയി PMC പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള എല്ലാ പരിശ്രമവും CPI നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.